ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ കുടുംബാംഗങ്ങളെ സുഖമാണോ? കുഞ്ഞുങ്ങളെ, ഈ മാസം ഒക്ടോബർ മാസം ധാരാളം ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കണം കേട്ടോ. അത് നമുക്ക് മാതാവിന്റെ പ്രത്യേകമായിട്ട് കൊന്തയൊക്കെ ചെല്ലുന്ന മാസമാണ്. നിങ്ങൾ ധാരാളം കൊന്തകൾ അകണ്ട് ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് നിങ്ങളുടെ എല്ലാ നിയമങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സാധാരണ ഇവിടെ ഞങ്ങൾ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ നിയമങ്ങളെല്ലാം കഴിച്ചു. എന്നാൽ അതിനേക്കാൾ വലിയ ഒരു ശക്തമായ പ്രാർത്ഥന, ലക്ഷങ്ങൾ ഒരുമിച്ച് ഓരോ നന്മറിഞ്ഞവരും ചൊല്ലി ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയല്ല. ഇന്നേക്ക് നിയോഗമൊന്നും ഇല്ലെങ്കിലും ബാക്കി ഓരോരുത്തരും കണ്ണുനീരും പ്രാർത്ഥനയും വിഷമം എല്ലാം ഓർത്ത് നമുക്കങ്ങ് പ്രാർത്ഥിക്കാം അല്ലെ? ഹൃദയം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാവോ? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് 2 മക്കബാൻ 5:19 സെക്കൻഡ് മക്കബ് ചാപ്റ്റർ 5 വേഴ്സ് 19. തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം സ്ഥലം തെരഞ്ഞെടുത്ത് തരും. ഇനി അടുത്ത വചനം കേട്ടോ. കർത്താവ് വിശുദ്ധ സ്ഥലത്തിന് വേണ്ടി ജനത്തെ തെരഞ്ഞെടുക്കുകയല്ല, ജനത്തിന് വേണ്ടി സ്ഥലം തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു വചനമാണ്. ഒന്നുകൂടെ കേട്ടെ. കർത്താവ് വിശുദ്ധ സ്ഥലത്തിന് വേണ്ടി ജനത്തെ തെരഞ്ഞെടുക്കുകയല്ല, പിന്നെയോ ആ ജനത്തിന് വേണ്ടി ഒരു സ്ഥലം തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഉദാഹരണം പറയാം. പരിശുദ്ധ അമ്മ ലോകത്തിൽ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടതായിട്ട് അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മളൊരു പരമ്പരാഗതമായിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് കുറവിലങ്ങാട് മുത്തിയമ്മ അല്ലെ? ഏറ്റവും ആദ്യമായിട്ട് മാതാവ് പ്രത്യക്ഷപ്പെടുന്ന പരമ്പരാഗത വിശ്വാസമാണത്, സത്യമാണ്. നമ്മൾ ഹോൾഡ് ചെയ്യുന്നവരാണ്, നമുക്ക് അനുഭവം ഉള്ളവരാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് ആ ചെറിയ കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെടുന്നു. നിങ്ങളെ ചരിത്രമൊക്കെ ഒന്ന് കുറവിലങ്ങാട് പള്ളിയുടെ സൈഡിലൊക്കെ കയറി നോക്കുന്നത് നല്ലതാണ് കേട്ടോ. എന്നിട്ട് പ്രത്യക്ഷപ്പെട്ട് അമ്മ എന്താ ചെയ്ത കാര്യം? അവരുടെ പാരന്റ്സിനെ വിളിച്ചുകൊണ്ട് വരുന്നു. എന്നിട്ട് സ്ഥലം ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, ഇവിടെ ഒരു പള്ളി പണിയണം. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്ത സഭ ഔദ്യോഗികമായിട്ട് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട അങ്ങനെ അംഗീകരിച്ച ഒരു വിശ്വാസ സത്യം പോലെ, വിശ്വാസത്തെയല്ല, അതായത് മാതാവ് പ്രത്യക്ഷപ്പെട്ട സത്യം ഇങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ. അപ്പൊ അത് ഇപ്പൊ തന്നെ ലൂർദ്, ഫാത്തിമ, അങ്ങനത്തെ ഉദാഹരണം ഔദ്യോഗികമായിട്ട് സഭ അംഗീകരിച്ചത്. അപ്പൊ അവിടെ ആണെങ്കിൽ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്താ പറയുന്നത്? ഇവിടെ ഒരു പള്ളി പണിയാ ഒരു പള്ളി പണിയാന്ന് പറഞ്ഞു. അപ്പൊ ചിന്തിച്ച് നോക്കിയേ, സ്വർഗമാണ് ഒരു ദേവാലയം പണിയാനുള്ള സ്ഥലം തെരഞ്ഞെടുത്ത് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതെന്തിനു വേണ്ടിയിട്ടാ? അവിടുത്തെ ജനത്തിന് വേണ്ടിയിട്ടാ. ശ്രദ്ധിക്കുകയാണ്, വിശുദ്ധ സ്ഥലത്തിന് വേണ്ടി ജനത്തെ തെരഞ്ഞെടുക്കല്ല, ജനത്തിന് വേണ്ടി ഒരു സ്ഥലം തെരഞ്ഞെടുത്ത് കുറ്റിയടിച്ച് ഇവിടെ പള്ളി പണിയാൻ വേണ്ടി പറയാം. പ്രൈസ് ദി ലോർഡ്. ഇനി ഇങ്ങനെ എന്ത് ചോദിക്കുക? നമുക്കൊരു വീട് പണിയാം. അങ്ങനെ വീട് പണിയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമുക്ക് ഒരു വീട് പണിയാനുള്ള സ്ഥലം കർത്താവ് തെരഞ്ഞെടുത്ത് തരും. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ഉദാഹരണം, നമ്മളൊരു വീട് പണിയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കും. അതേപോലെ തന്നെ നമ്മൾ ജപമാല നിയോഗമായിട്ട് വെച്ച് പ്രാർത്ഥിക്കും. അങ്ങനത്തെ പല രീതിയിലൊക്കെ നമ്മൾ പല പ്രാർത്ഥന നടത്താറുണ്ട്. എന്റെ പ്രിയപ്പെട്ട അതെല്ലാം വളരെ നല്ലതാണ്. ഞാൻ ഒന്നോട് അസേർട്ട് ചെയ്ത് ഉറപ്പിക്കുക. ഞാൻ ഓർക്കാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ നാളുകളിൽ ഒരു കുടുംബം ഒരു സ്ഥലത്തിന് വേണ്ടി ഇതുപോലെ പ്രാർത്ഥിച്ച് ദൈവം കാണിച്ച് തരുന്ന അങ്ങനത്തെ സ്ഥലത്ത് പോയി ഇതെല്ലാം അങ്ങനെ കുറ്റിയടിച്ച് അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് ചില രംഗങ്ങൾ ഞാൻ ഓർക്കുക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു വീട് പണിയുന്നു, നമ്മളല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലം തെരഞ്ഞെടുക്കുന്നു, ഇങ്ങനത്തെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതുപോലെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് ഏതാണോ ആപ്റ്റായ സ്ഥലത്ത് ദൈവം തെരഞ്ഞെടുത്ത് നമുക്ക് വേണ്ടി കാണിച്ച് ഒരു സ്ഥലത്തിന് വേണ്ടി ജനത്തെ തെരഞ്ഞെടുക്കാമല്ല, പിന്നെയോ അതായത് ആ ജനത്തിന് വേണ്ടി സ്ഥലം ഫിക്സ് ചെയ്ത് കൊടുക്കും. പറഞ്ഞപ്പോൾ നാളെ നിങ്ങൾ അച്ഛനെ പ്രാർത്ഥിച്ച് പറയണമെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കാൻ നിൽക്കരുത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് ചെയ്യുമ്പോൾ കർത്താവ് നമുക്ക് പറ്റിയ പള്ളിയിൽ ദേവാലയമൊക്കെ ബന്ധപ്പെടാൻ നല്ലൊരു സ്ഥലം കർത്താവ് അങ്ങോട്ട് തരും. പ്രൈസ് ദി ലോർഡ്. നല്ല മതി. ഈ വചനം വെച്ച് അങ്ങ് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. ഇനി അവിടുത്തെ കോണ്ടെക്സ്റ്റിൽ അത് കിടക്കുന്ന എങ്ങനെയാന്ന് ചോദിച്ചാൽ, അന്ത്യോക്യോസ് രാജാവ് ജനത്തെ ആക്രമിക്കാനൊക്കെ വേണ്ടിയിട്ട് വരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ഏതായാലും ദൈവം അവനെ പ്രഹരിക്കുന്നു. അങ്ങനത്തെ കണ്ടിട്ട് ദൈവം അതേപോലെ സംരക്ഷിക്കുന്നു. നമുക്ക് ചില അഹങ്കാരമൊക്കെ വന്നുകൊണ്ട് ദൈവം ഒരു ചില കാര്യത്തിൽ നമ്മളെ തള്ളിക്കളഞ്ഞാന്ന് മോളിൽ പറയും. എന്നിട്ട് പറയുകയാണ് വിശുദ്ധ സ്ഥലത്തിന് വേണ്ടി ജനത്തിന് വേണ്ടി. അപ്പൊ ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണെങ്കിലും ഒരു സ്പിരിച്വൽ സയൻസിന് നമുക്ക് നല്ലതായിട്ടുള്ളൊരു വചനമായിട്ട് ഞാൻ മനസ്സിലാക്കുക. അനുഗ്രഹിക്കട്ടെ കേട്ടോ. കൂടെയുണ്ട്. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ സ്തുതിക്കാം. യേശുവേ, ആരാധന, 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 ആരാധന. കർത്താവ്, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവ്, അത്ഭുതകരമായ സാന്നിധ്യം കൊണ്ട് കൃപകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. എല്ലാ പൈശാചിക പീഡകളും, എല്ലാ അന്ധകാരശത്തിന്റെ ഉപദ്രവങ്ങളും, എല്ലാ ശല്യങ്ങളും, ബാധകളും, ഭൂതങ്ങളും, തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ചവിട്ടിച്ചപ്പോൾ ആട്ടിപ്പായിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ വചനപ്രകാരം ഒരു വീട് അല്ലെങ്കിൽ ഒരു സ്ഥലം
കർത്താവ് അല്ലെങ്കിൽ ജോലി, അല്ലെങ്കിൽ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം, എവിടെ PR എടുക്കണം, എവിടെ താമസിക്കണം, ഇങ്ങനെയൊക്കെ തീരുമാനിച്ച് കൺഫ്യൂഷൻ ആയിരിക്കുന്ന ആൾക്കാർക്ക് ഈ വചനം ബലം നൽകട്ടെ. ആ പ്രാർത്ഥനകൾ ഇവരെ ശക്തിപ്പെടുത്തട്ടെ. കർത്താവ് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ഇവർ വേരൊരുക്കാൻ ഇടവരട്ടെ എന്ന് ആശീർവദിക്കുന്നു. വിവിധങ്ങളായ നിയോഗങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന ഓരോരുത്തരുടെ നിയോഗങ്ങളെ ആശീർവദിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ചുള്ള പ്രാർത്ഥനകൾ സ്വീകരിച്ച് ആശീർവദിക്കണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.